നമസ്കാരം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെയുള്ള ആരോപണങ്ങൾ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് LDF കൺവീനർ EP ജയരാജൻ കണ്ണൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതോടെ എന്ത് വില കൊടുത്തും വീണ വിജയനെ പ്രതിരോധിക്കാൻ CPM തയ്യാറാകുമെന്നാണ് പുറത്തുവരുന്ന വിലയിരുത്തൽ. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം ഹോമിക്കുന്നതാണ് മാധ്യമങ്ങൾ ചെയ്യുന്നത്. കഴിവും പ്രാപ്തിയുമുള്ള സ്വയം സംരംഭകയാണ് അവരെന്നും EP ജയരാജൻ പറഞ്ഞു. പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സ്വീകരിക്കാൻ പോയതിനെക്കുറിച്ച് നിലവാരം കുറഞ്ഞ പ്രസ്താവനയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്. 2 കമ്പനികളിലായി 4000 കോടിയുടെ 3 പദ്ധതിയാണ് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ വന്നത്. പ്രധാനമന്ത്രി സ്വീകരിക്കാൻ പോയില്ലെങ്കിൽ അതിനും കുറ്റം പറയും. ഭരിക്കുന്നവരുടെ ചുമതലയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കൽ. കൊച്ചി കപ്പൽ നിർമ്മാണശാല ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലത്ത് ഇടതുപക്ഷം സമരം ചെയ്ത് നേടിയെടുത്തതാണ്. രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് മുഖ്യമന്ത്രിയെക്കുറിച്ച് പറയാൻ അവകാശമില്ല. അവർ കമ്പനിയുടെ ആദായ നികുതികൾ മാത്രം നോക്കേണ്ട കമ്പനിയാണ്. രാഷ്ട്രീയം പറയാനുള്ള അവകാശം അവർക്കില്ല. മാധ്യമങ്ങൾ തെറ്റായ പ്രചാരണങ്ങൾ നടത്തുന്നു. ഒരു പെൺകുട്ടിയെ കേരളത്തിൽ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത്. ROC റിപ്പോർട്ടിൽ വസ്തുതയുണ്ടോ? ആരാണ് ഈ റിപ്പോർട്ട് കണ്ടിട്ടുള്ളതെന്നും EP ജയരാജൻ ചോദിച്ചു. മാധ്യമങ്ങൾക്ക് എന്തും വിളിച്ചു പറയാനുള്ള അധികാരമുണ്ടോ? ഒരു പെൺകുട്ടി IT മേഖലയിൽ പ്രഗത്ഭയായതുകൊണ്ട് അവരെ വേട്ടയാടുകയാണ്. ഇവിടെ ആരൊക്കെ വ്യാപാരവും കച്ചവടവും നടത്തുന്നുണ്ട്? ഒരു സ്ത്രീത്വത്തെ വേട്ടയാടുകയാണ്. ഒരു ഏജൻസിയും അവർക്കെതിരെ പറഞ്ഞിട്ടില്ല. ROC റിപ്പോർട്ട് കോടതി വിധിയല്ല. വ്യവസായ വികസന കോർപ്പറേഷൻ ഭരിക്കുന്നത് വ്യവസായ വകുപ്പ് മന്ത്രിയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളുമായി അവർ സഹകരിക്കാറുണ്ട്. അവരുമായി പലർക്കും ഷെയർ ഉണ്ട്. അതിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്നും EP ജയരാജൻ ചോദിച്ചു. അതേസമയം രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ഉയരുന്നത് നിരവധി ചോദ്യങ്ങളാണ്. CMRL വീണയുടെ കമ്പനി നൽകിയ സേവനം എന്താണ് എന്നതാണ് ഇതിൽ പ്രധാനം. ROCയുടെ അന്വേഷണത്തിൽ വീണയ്ക്ക് രേഖകൾ ഹാജരാക്കാനും വിശദീകരിക്കാനും കഴിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം പ്രസക്തമാണ്. CMRL കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCയുടെ പ്രതിനിധിയുമുണ്ട്. ഇത്തരം കരാറിൽ ബോർഡ് അംഗങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ടെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. എന്നിട്ടും KSIDC എന്ത് നടപടിയെടുത്തു എന്നത് നിർണായകമാണ്. അതുകൊണ്ടാണ് CMRLും എക്സാലോജിക്കുമൊപ്പം KSIDCയും പ്രതിക്കൂട്ടിലാകുന്നത്. കരിമണൽ കമ്പനി വീണയ്ക്ക് പണം നൽകിയത് അഴിമതിയുടെ പരിധിയിൽ വരുന്നതാണെങ്കിൽ എന്ത് അഴിമതിയാണ് നടന്നിട്ടുള്ളതെന്ന് ROCയുടെ ചോദ്യവും നിർണായകമാണ്. CMRL എന്ന കമ്പനി ആദായ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനാണ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന് മുമ്പിലേക്ക് പോയത്. ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി പ്രതിസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈ വിഷയത്തിൽ വിശദീകരണം നൽകേണ്ടി വരാത്തത്. എന്നാൽ ROC എത്തിയതോടെ കഥ മാറി. നിയമപരമായ കരാറും സുതാര്യമായ പണമിടപാടും എന്ന രീതിയിൽ വീണയുടെ കമ്പനിക്കായി മാധ്യമങ്ങളിൽ പ്രതിരോധം തീർത്തത് CPM ആണ്. എന്നാൽ ഈ 2 വാദവും നിലനിൽക്കുന്നതല്ലെന്നാണ് ROCയുടെ അന്വേഷണ റിപ്പോർട്ടും കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന ശുപാർശ വ്യക്തമാക്കുന്നത്. ആദായ നികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിലൂടെയാണ് വീണയ്ക്ക് മാസപ്പടി നൽകിയതിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. സ്വകാര്യ കരിമണൽ കമ്പനി എക്സാലോജിക്കിന് നൽകിയ പണത്തിന് പുറമെ വീണയ്ക്ക് മാസം തോറും പണം നൽകിയിട്ടുണ്ട്. അത് ROCയുടെ അന്വേഷണ പരിധിയിൽ വരുന്നില്ല. വീണയ്ക്ക് ലഭിച്ച പണത്തിന്റെ കണക്ക് അവരുടെ ഭർത്താവായ മന്ത്രി മുഹമ്മദ് റിയാസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലത്തിലും കാണിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് മകൾക്കുമെതിരെ കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന ഒറ്റവാദത്തിലേക്ക് ഈ വിവാദത്തിലുള്ള പ്രതിവാദം ചുരുക്കാനാണ് ഇപ്പോൾ CPM ശ്രമം. സേവന കരാറിന്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ്. ഇതിൽ അഴിമതിയുമുണ്ട്. ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്നാണ് ROCയുടെ കണ്ടെത്തൽ. കമ്പനികൾ തമ്മിലുള്ള കരാർ ഡയറക്ടർ ബോർഡിന്റെ അനുമതിയോടെ ആവണം. ആ തീരുമാനത്തിന് ഒപ്പടക്കമുള്ള മിനിറ്റ്സ് ഉണ്ടാവണം. എക്സാലോജിക്കിനും ഉണ്ടാക്കിയ കരാറിനെ സംബന്ധിച്ച് KMRLന്റെ ഡയറക്ടർ ബോർഡ് അറിഞ്ഞിരുന്നതല്ലെന്നതും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു.